ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്നു നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 75 കംസവധം ശ്ലോകം 3. ഹസ്തപ്രാപ്യോപ്യഗമ്യോ ഝടിതി മുനിജനസ്യേവ ധാവൻ ഗജേന്ദ്രം ക്രീഡന്നാപാത്യ ഭൂമൗ പുനരഭിപതതസ്തസ്യ ദന്തം സജീവം മൂലാദുന്മൂല്യ തന്മൂലകമഹിതമഹാമൗക്തികാന്യാത്മമിത്രേ പ്രാദാസ്ത്വം ഹാരമേഭില്ലളിതവിരചിതം രാധികായൈ ദിശേതി. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ഹസ്തപ്രാപ്യോപ്യഗമ്യോ ഝടിതി മുനിജനസ്യേവ ധാവൻ ഗജേന്ദ്രം ക്രീഡൻ ആപാത്യ ഭൂമൗ പുനർ അഭിപതതസ്തസ്യ ദന്തം സജീവം മൂലാത് ഉന്മൂല്യ തന്മൂലകമഹിത മഹാമൗക്തികാന്യാത്മമിത്രേ പ്രാദാസ്ത്വം ഹാരം ഏഭിർ ലളിത വിരചിതം രാധികായൈ ദിശേതി. അർത്ഥം: ത്വം അങ്ങ്, മുനിജനസ്യ ഇവ മുനിമാർക്ക് എന്ന പോലെ, ഹസ്തപ്രാപ്യ അപി കരഗതനാണെങ്കിലും, ഝടിതി വേഗത്തിൽ, അഗമ്യ പിടികിട്ടുന്നവനായി അല്ലെങ്കിൽ പ്രാപിക്കാൻ കഴിയുന്നവനായി, ഗജേന്ദ്രം ആനയുടെ നേരെ, ധാവൻ ഓടിയവനും, ക്രീഡൻ ക്രീഡ ചെയ്യുന്നവനുമായി, പുനഃ പിന്നീട്, ഭൂമൗ ഭൂമിയിൽ, ആപാത്യ വീണിട്ട് എഴുന്നേറ്റവനുമായ അങ്ങയെ, അഭിപതത നേരിട്ടാക്രമിക്കുന്ന, തസ്യ ആ ആനയുടെ, സജീവം ജീവനോടുകൂടി, ദന്തം കൊമ്പിനെ, മൂലത ചുവട്ടിൽ നിന്നു തന്നെ, ഉന്മൂല്യ പിഴുതെടുത്തിട്ട്, തന്മൂലകമഹിത മഹാമൗക്തികാനി അതിൻ്റെ ചുവട്ടിലുള്ള മഹത്തായ വലിയ മുത്തുകളെ, ഏപി ഇവ കൊണ്ട്, ലളിത വിരചിതം മനോഹരമായി നിർമ്മിച്ച, ഹാരം മാലയെ, രാധികായൈ രാധയ്ക്കായിക്കൊണ്ട്, ദിശ കൊടുക്കുക, ഇതി എന്നിപ്രകാരം പറഞ്ഞ്, ആത്മമിത്രം ആത്മമിത്രമായ ശ്രീതാമാവ് എന്ന ഗോപന്റെ കയ്യിൽ പ്രാത കൊടുത്തു. നമുക്കിതിലെ അക്ഷരങ്ങളും എങ്ങനെ ചൊല്ലാന്നും നോക്കാം. ഹസ്തപ്രാപ്യ അഭിഗമ്യോ, ഹസ്തപ്രാപ്യോപ്യഗമ്യോ, ഝടിതി ഛ എന്നുള്ള അക്ഷരം ഛ, ഛഷം എന്നൊക്കെ ഉള്ളതിലത്തെ, മുനിജനസ്യേവ മുനിജനസ്യേവ, ധാവൻ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം, ഗജേന്ദ്രം, ക്രീഡൻ ആപാത്യ ചേർത്തിട്ട്, ക്രീഡന്നാപാത്യ, ഡ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി, ക്രീഡൻ എന്നുള്ളതിൻ്റെ, ക്രീഡന്നാപാത്യ, ഭൂമൗ ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം, പുനർ അഭിപതതസ്തസ്യ ചേർത്തിട്ട്, പുനരഭിപതതസ്തസ്യ, ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം, ദന്തം ദ എന്നുള്ളത് ദയിലത്തെ, ദം എന്നുള്ളത് ചന്തം എന്നൊക്കെ പറയുന്നത്, അതേപോലെ ദന്തം, സജീവം, മൂലാത് ഉന്മൂല്യ ചേർത്തിട്ട്, മൂലാതുന്മൂല്യ, തന്മൂലകമഹിത മഹാമൗക്തികാന്യാത്മമിത്രേ അത് ഒന്നിച്ച് ചൊല്ലാനുള്ളതാണ്. മൗക്തികാന്യാത്മ മ എന്നുള്ളത് ത് മ എന്നാണ്, മൗക്തി എന്നുള്ളതിൻ്റെ കാത്ത എന്നാണ്, ഒട്ടും ഊന്നണ്ട. പ്രാദാസ്ത്വം ഹാരം ഏഭിർ ലളിത വിരചിതം,
ചേർത്തിട്ട് ഹാരമേഭിർലളിത വിരചിതം. ഭീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. രാധികായൈ, രാധി, ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദിശേതി, ദിശേ, ദി എന്നുള്ള അക്ഷരം ദയേൽത്തെ, ദിശേതി. ഹസ്തപ്രാപ്യോപ്യഗമ്യോ ഝടിതി മുനിജനസ്യേവ ധാവൻ ഗജേന്ദ്രം ക്രീഡന്നാപാത്യ ഭൂമൗ പുനരഭിപതതസ്തസ്യ ദന്തം സജീവം മൂലാദുന്മൂല്യ തന്മൂലകമഹിതമഹാമൗക്തികാന്യാത്മമിത്രേ പ്രാദാസ്ത്വം ഹാരമേഭിർലളിതവിരചിതം രാധികായൈ ദിശേതി. അടുത്തത് 4-ാമത്തെ ശ്ലോകം. ഗൃഹാനം ദന്തമംസേ യുധമഥ ഹലിനാരംഗമംഗാവിശന്തം ത്വാം മംഗല്യാംഗഭംഗീരഭസഹൃതമനോലോചനാ വീക്ഷ്യ ലോകാഃ ഹംഹോ ധന്യോ ഹി നന്ദോ നഹി നഹി പശുപാലാംഗനാ നോ യശോദ നോ നോ ധന്യേക്ഷണാഃ സ്മസ്ത്രീജഗതി വയമേവേദി സർവേ ശശംസു. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ഗൃഹാനം ദന്തം അംസേ യുതം അഥ ഹലിന രംഗം അംഗാവിശന്തം ത്വാം മംഗല്യാംഗ ഭംഗീ രഭസ ഹൃത മനോലോചന വീക്ഷ്യ ലോകാഃ ഹംഹോ ധന്യോ ഹി നന്ദോ നഹി നഹി പശുപാലാംഗനാ നോ യശോദ നോ നോ ധന്യേക്ഷണാഃ സ്മ ത്രിജഗതി വയം ഏവേതി സർവേ ശശംസു. അർത്ഥം: അംഗ, ഹേ ഭഗവാനെ, അഥ അനന്തരം, ദന്തം ആനക്കൊമ്പ്, അംസേ തോളിൽ, ഗൃഹാനം വെച്ചിരിക്കുന്ന, ഹലിനായുധം ഹലായുധനോടുകൂടി, ആവിശന്തം പ്രവേശിക്കുന്ന, ത്വാം അങ്ങയെ, വീക്ഷ്യ കണ്ടിട്ട്, മംഗല്യാംഗ ഭംഗീരഭസഹൃത മനോലോചന ഐശ്വര്യമാർന്ന ശരീരഭംഗി കൊണ്ട് ബലാത്കാരമായി ആകർഷിക്കപ്പെട്ട മനസ്സോടും കണ്ണുകളോടും കൂടി, ഹംഹോ അന്വേ നന്ദ നന്ദഗോപർ, ഹി തന്നെയാണ്, ധന്യ ഭാഗ്യവാൻ, നഹി നഹി അല്ല അല്ല, പശുപാലാംഗന ഗോപസ്ത്രീകളാണ്, ന യശോദ അല്ല യശോദയാണ്, നനു വയം ഏവം നു അല്ല നമ്മൾ തന്നെയാണ്, ത്രിജഗതി 3 ലോകത്തിലും, ധന്യക്ഷണ പുണ്യം ചെയ്ത കണ്ണുകളുള്ളവർ, ഇതി എന്ന്, സർവേ എല്ലാ, ലോകാഃ ജനങ്ങളും, ശശംസു പുകഴ്ത്തി പറഞ്ഞു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ഗൃഹാനം, ഈ വാക്ക് ശ്രദ്ധിച്ചോളൂ. ഗൃഹാനം എന്നാണ് എഴുതിയിട്ടുണ്ടാവുക, പക്ഷെ നമ്മളത് ഉച്ചരിക്കുമ്പോൾ ഗൃഹാനം ഹാന്ന് രണ്ടാമതായിട്ട് വരണം. ദന്തം അംസേ, ദന്തമംസേ, യുധം അഥ ചേർത്തിട്ട് യുധമഥ, ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഹലിന, രംഗം അംഗാവിശന്തം ചേർത്തിട്ട് രംഗമംഗാവിശന്തം, ത്വാം മംഗല്യാംഗ ഭംഗീരഭസ ഹൃത മനോലോചന വീക്ഷ്യ, ക്ഷ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ലോകാഃ നീട്ടിയിട്ട് വിസർഗം ചേർത്ത് ചൊല്ലുമ്പോൾ മംഗല്യാംഗ ഭംഗീരഭസ ഹൃത മനോലോചന വീക്ഷ്യ ലോകാഃ. വീക്ഷ്യ എന്നുള്ളതിൻ്റെ ക്ഷ്യ നന്നായിട്ട് ഊന്നി പറയണം. ഭംഗീരഭസ എന്നുള്ളതിൻ്റെ ഭങ് എന്നുള്ളതും ഭ നന്നായിട്ട് 2 സ്ഥലത്തുള്ള ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ലോകാഃ നീട്ടിയിട്ട് വിസർഗം. ഹം ഹോ ധന്യോ, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഹി നന്ദോ, നഹി നഹി, പശുപാലാംഗന ഒന്നിച്ച് ചൊല്ലണ വാക്ക്, പശുപാലാംഗന, നോ യശോദ, നോ നോ
ധന്യക്ഷണ നീട്ടിയിട്ട് വിസർഗം ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ക്ഷ എന്നുള്ളതും ഊന്നി പറയാനുള്ളതാണ്. സ്മ ത്രിജഗതി ചേർത്ത് ചൊല്ലുമ്പോൾ സ്മസ്ത്രിജഗതി വയമേവേദി സർവേ ശശംസു ഗൃഹാനം ദന്തമംസേ യുധമഥഹലിനാരംഗമം ഗാവിശന്തം ത്വാം മംഗല്യാംഗഭംഗീരഭസഹൃതമനോലോചന വീക്ഷ്യ ലോകാ ഹംഹോ ധന്യോ ഹി നന്ദോ നഹി പശുപാലാംഗനാ നോ യശോദ നോ ധന്യേക്ഷണാ സ്മസ്ത്രിജഗതി വയമേവേദി സർവേ ശശംസു. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.